ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു തേങ്ങ വറുത്തരയ്ക്കാത്ത ഒരു ചൂരക്കറി വെച്ചാലോ. അന്നേരം അതിന് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇതിനകത്ത് ഏറെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത്രയും ടേസ്റ്റാണ്. ഇത് ചൂരയാണ് കേട്ടോ, നല്ല പച്ചയ്ക്ക് വച്ച ചൂര. വേറെ ഞാനിവിടെ വിറകടുപ്പിലാണ് വെക്കുന്നത്. അന്നേരം നമ്മൾക്ക് ചട്ടിയൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോത്തില്ല. പിന്നെ അടുപ്പേ വെച്ചാൽ മതി, ചട്ടി അങ്ങനെ പൊട്ടിപ്പോകത്തില്ല. അന്നേരം എണ്ണ ചൂടായിട്ടുണ്ട്, ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടട്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അന്നേരം നന്നായിട്ട് അതായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുതെല്ലാം കൂടെ അങ്ങോട്ട് തട്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടും. ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട, എന്നാലും ആവശ്യത്തിനൊന്ന് വാടി ആ ഒരു ഇത് അടുപ്പിലാകുമ്പം പെട്ടെന്നാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല ചൂരക്കറി ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ലാത്തൊരു വെച്ച് നോക്കണം കേട്ടോ. അന്നേരം ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ട മസാലകളൊക്കെ. ഇത് കാശ്മീരി ചില്ലി ആണ്, ഒരുപാട് എരിയൊന്നുമില്ല. അന്നേരം ഞാനൊരു 2 സ്പൂണ് മുളക് പൊടി, 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി കേട്ടോ. അന്നേരം വളരെ കുറച്ച് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് വിട്ടു. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതേക്ക് അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാൻ, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട്, ചട്ടിയാകുമ്പോൾ നന്നായിട്ട് ചൂട് നിൽക്കുമല്ലോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മിക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് അരച്ച്, വെള്ളം തൊടാതെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറിക്ക് നല്ല കുറുകുറും ഉണ്ടാവും, കുറുക്കിയിരിക്കും. ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കുറുക്കി അതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ അപ്പം കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അന്നേരം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. ഇതാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ആ കറിക്ക്. അല്ലെങ്കിൽ ഒരു പച്ച ചവയ്ക്കുമല്ലോ. ഞാനിങ്ങനെ കറി വെക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി നമുക്ക് മീനൊന്ന് വേവണമല്ലോ, അതനുസരിച്ച് നമുക്കിനി വെള്ളവും ഒഴിച്ച് കൊടുക്കണം. ഇത്തിരി വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. സന്ധ്യ ആയപ്പോഴത്തെ കുക്കിങ്ങാണിത്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും. അന്നേരം ഞാൻ അതിന് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. നല്ല പച്ച മീൻ കേട്ടോ. പിന്നെ ഞാൻ ഈ മീനൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ തലയാണ് ഇഷ്ടം. അന്നേരം തലയുള്ള മീനാണ്, വലിയ മീൻ തലയുണ്ടല്ലോ. അപ്പം തലയും രണ്ടായിട്ട് മുറിച്ച് അത് എല്ലാം കറക്റ്റാക്കി കഴുകി വൃത്തിയാക്കി അതിനകത്തിട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10-15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ അടുപ്പിലിരുന്ന് വേവും. അപ്പം നമുക്ക് ഈസിയായും ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ചൂരക്കറി വെക്കാം. തേങ്ങ അരച്ച് വെക്കുന്നവരുണ്ട്, ഇതല്ലാതെ വെക്കുന്നവരുണ്ട്. ഇത് ഞാൻ 1 കിലോ ഇല്ല, ഇപ്പോൾ 1 കിലോ ചൂരയ്ക്ക് 340 രൂപ. ഞാൻ 700 ഗ്രാമേ ഉള്ളായിരുന്നത്. അപ്പോൾ നല്ല ചൂരക്കറിയൊക്കെ നല്ല തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.